ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഈ 160 ഏക്കർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഞാൻ ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നറിയോ? 12-13 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് 13 ലക്ഷം ഇൻറ്റു 299 കോടി രൂപ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്ര രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടുന്നത്? വെറുതെ അങ്ങ് പറഞ്ഞേക്കാണ്, ഊരാളുകൾ അടിച്ചുകൊണ്ട് പോവാണ്, പറ്റിച്ചുകൊണ്ട് പോവാണ്. ഒരു മര്യാദ വേണ്ടേ? ഞാൻ ഊരാളുകളുടെ എല്ലാവരും അതിൻ്റെ MD തുടങ്ങി താഴേക്കുള്ള അവരുടെ CEO വരെ ഞാൻ സംസാരിച്ചു. എന്താ ഇത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലോസാണ്. എന്തുകൊണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഈ പണി വെച്ചിട്ട് നടക്കത്തില്ല. ഈ തൊഴിലാളി 750 രൂപ ഒരു ബംഗാളിൻ്റെ കൂലിയാണെന്ന്. ഒരു 750 രൂപ 800 രൂപ ഒരു ബംഗാളിനെ കൂട്ടി 2500 വെച്ചിട്ട് നിങ്ങൾ ഒരു വർഷം കൂട്ടി 365 ഇൻറ്റു 2000 ഇൻറ്റു 750 രൂപ നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ, എത്ര രൂപ വരും നിങ്ങൾക്കറിയാം. നോർമലി ഞാൻ പറയുകയാണ്, 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. എന്നിട്ട് ഞാനിത് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 3 പ്രൊജക്റ്റാണ്. 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ വീടിൻ്റെ ഉടമസ്ഥൻ നൗഫലല്ല കേട്ടോ പോയി കാണിച്ചു കൊടുക്കുന്നത്, വെള്ളം കെട്ടിയത് അല്ല, മഴയിൽ ചോർന്നതല്ല. പോണ്ടിങ് ടെസ്റ്റ് 178 വീടിൻ്റെ മേലെ അടിച്ചു. എന്താ 178 വീടിൻ്റെ മേലെ കോളം കെട്ടി അതിൻ്റെ അകത്ത് 3 ദിവസം വെള്ളം നിറച്ചിട്ടത് എന്തിനാണ്? അത് 178 വീടിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആര് ചെയ്തതാ? ഊരാളുകൾ ചെയ്തതാണ്. അതിനകത്ത് 3 വീടിന്, 2 വീടാണെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞുള്ളൂ, അവിടെ 3 വീടിനുണ്ട്. 3 വീടിന് അവർക്കൊരു ചെറിയ കിനിവ് കണ്ടു. ചെറിയ കിനിവ്. ഈ കിനിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ക്രാക്ക് എന്ന് പറഞ്ഞാൽ ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിള്ളലല്ല. ഇത് ഗ്രൗട്ട് സ്ട്രിങ്സ് എന്ന് പറയും. ഗ്രൗട്ട്, നമ്മളിങ്ങനെ ഗ്രൗട്ട് അടിച്ച് മേലെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മേലെ മെഷീൻ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു വടി വെച്ച് ഇങ്ങനെ വടിക്കും. ഒരു വടി വെച്ചുണ്ടോ, ഒരു മുഴക്കോൽ എന്ന് പറയും, ആ സാധനം വെച്ച് ഇങ്ങനെ വടിക്കും. അതിന് മേലെ ഗ്രൗട്ടാണ് ഉണ്ടാവുക. അതിന് മേലെ ഇങ്ങനെ ഒരു എന്താണ് 8 കാലി പോലെ പൊട്ടിയ പോലെ ഇങ്ങനെ പൊട്ടലുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഒരു കോൺക്രീറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ 10 ദിവസം വെള്ളം കെട്ടിയിട്ടോ അല്ലെങ്കിൽ 12 ദിവസം വെള്ളം കെട്ടിയിട്ടോ അതിന് മേലെ കോൺക്രീറ്റ് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ വീടുകളിലെല്ലാം 12 ദിവസം വെള്ളം കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം പൊളിച്ച് കളയുമ്പോൾ എന്താ പ്രശ്നം? ഇപ്രാവശ്യത്തെ ചൂട് എത്രയാണെന്ന് പറയും നിങ്ങൾക്ക്? അവിടെ 33 ഡിഗ്രി 34 ഡിഗ്രി ചൂടാ അതിനകത്ത് പൊട്ടുന്നതാണ്. ആ പൊട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർ നീന്തത് ഈ പോണ്ട് ടെസ്റ്റ് നടത്തിയത്. അത് നിങ്ങളാരും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഏഷ്യനെറ്റ് കൊണ്ട് പഠിപ്പിച്ചതല്ല കേട്ടോ, പോണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്.